ഹലോ ഗൈസ്, വെൽക്കം ബാക്ക് ടു മൈ യൂട്യൂബ് ചാനൽ സ്വൈറ്റി. സോ നമ്മൾ ഇന്ന് കളിക്കാൻ പോകുന്നത് സ്പീഡ് റണ്ണേഴ്സ് വേഴ്സസ് ഹണ്ടേഴ്സാണ്. സോ ഇന്ന് ആൾക്കാർ പറയാതുകൊണ്ടാണ് ഞാനും എൻ്റെ അനിയത്തി മാത്രമേ ചെയ്യുന്നുള്ളൂ. പിന്നെ ഒരു വീഡിയോ ഇട്ട് നമുക്ക് എന്നെ പിടിക്കാൻ രണ്ടുപേരായിട്ട് അപ്ലോഡ് ചെയ്യാം. സോ അനിയത്തി താഴെയുണ്ട്, തുടങ്ങാണ്ട് കിടപ്പുണ്ട്. ആ കുഴിക്കകത്തുനിന്ന് എസ്കേപ്പ് ആവണം. അപ്പോഴത്തേക്ക് നമുക്ക് ഒരു ടൈം എത്തും. സോ ഞാൻ 64 ബ്ലോക്കും കൊണ്ട് ഓടുകയാണ്. അതിന് മുമ്പേ ഷോട്ട് എടുത്തായിരുന്നു, അത് ഞങ്ങൾ എടുത്തത് റെക്കോർഡായില്ലായിരുന്നു. സോ ഇവിടെ എനിക്ക് സ്പാണർ കിട്ടി. സോ കഴിഞ്ഞ കളിയാന്ന് തോന്നുന്നു അവിടെ എടുത്തതാണ് ഈ സ്പാണറെല്ലാം. നോക്കി നോക്കാം, എന്തായാലും ഒരു സോംബി സ്പാണറാണ്. സോ അകത്തോട്ടൊക്കെ കയറി നോക്കാം കേട്ടോ. ഞാൻ ഈ വീഡിയോ റെക്കോർഡ് ചെയ്യുന്നത്, സൗണ്ട് റെക്കോർഡ് ചെയ്യുന്ന വീഡിയോ റെക്കോർഡ് ചെയ്ത് കഴിഞ്ഞിട്ടാട്ടോ. അതുകൊണ്ട് ഞാനിങ്ങനെ എന്താ ലൂപ്പ് പോലെ കൊള്ളാം. അതിൻ്റെ താഴത്തുനിന്ന് എത്തിയിട്ട് അല്ല, ഇവിടെ നിന്നല്ലേ കയറിയേ? അല്ല എവിടേക്ക് എത്തിയിട്ടുണ്ട് കേട്ടോ, എനിക്കൊന്നും ഓർമ്മയില്ല. സോ നമുക്ക് ഇറങ്ങാം, വുഡങ്ങ് വെട്ടിയെടുക്കാം. അവളിപ്പോൾ വരും, നമുക്ക് പറക്കാങ്ങ് ഈ 2 വുഡങ്ങ് നൈസായിട്ടങ്ങ് എടുക്കാം. സോ ഇതെന്താ ലാഗടിച്ചത്? ലാഗടിച്ചാണ്. സോ ഇതിനകത്ത് എങ്ങനെയാണെന്ന് വെച്ച് കഴിഞ്ഞാൽ, കളിയെന്ന് വെച്ച് കഴിഞ്ഞാൽ നമുക്കൊരു ട്രോഫി ഉണ്ട്. അത് നിങ്ങൾക്ക് സൈഡിൽ കാണാൻ പറ്റും. ഞാൻ വേപ്പോയിൽ നിന്ന് അടിച്ചിട്ടിട്ടുണ്ട്. സോ ട്രോഫി എടുക്കുക. എന്നിട്ട് ആ ട്രോഫി എന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരു അയൺ ബ്ലോക്കാണ് ഗൈസ്. സോ ആ അയൺ ബ്ലോക്ക് നമ്മൾ പൊട്ടിച്ചെടുക്കണം. അതിനായിട്ട് നമുക്കൊരു അയൺ ടൂൾസ്, അയൺ പിക്കാക്സ് വേണം. സോ ഗൈസ് ഇതിനകത്ത് ഡയമണ്ട് കണ്ടുപിടിക്കാൻ നല്ല പാടാണ്. സോ നമ്മൾ അയൺ വെച്ച് അഡ്ജസ്റ്റ് ചെയ്തു. സോ അയൺ കണ്ടുപിടിക്കുന്നു, നേരെ പോയി ചെയ്യുന്നു. എന്നിട്ട് അത് മൈൻ ചെയ്തെടുത്ത് കഴിഞ്ഞ് കഴിഞ്ഞാൽ ആ ട്രോഫി വിൻ ചെയ്യും. അങ്ങനെയാണ് കളിയും തീരും ഗൈസ്. അപ്പം നമുക്ക് നേരെ കയറി എങ്ങനെയാലും അയൺ തപ്പിയെടുക്കണം. എന്നിട്ട് നൈസായിട്ട് ആ ട്രോഫി വിഞ്ഞെടുക്കണം. ഞാൻ ഇവിടെ ഒരു ക്രാഫ്റ്റിംഗ് ടേബിളും ഒരു 5-6 സ്റ്റിക്സ്, 6-8 സ്റ്റിക്കും എടുത്തിട്ടുണ്ട്. സോ നൈസായിട്ടൊരു ആക്സ് അങ്ങ് ഉണ്ടാക്കിയെടുത്തേക്കാം. കാരണം അടിക്കാൻ പെട്ടെന്ന് ആക്സ് വെച്ച് അടിച്ച് കഴിഞ്ഞാൽ വളരെ ഡാമേജ് കയറും. നമ്മുടെ മോബിനെ കൊല്ലുന്നതിനെക്കാളും കൂടി ഇതിനകത്തും ഡാമേജ് വരുന്നുണ്ട്. പിന്നെ നമുക്കൊരു സോഡ് എടുത്തേക്കാം, ആവശ്യത്തിന് മരം മുറിക്കാലോ. സോ നൈസായിട്ട് നമ്മൾ ആക്സ് വെച്ച് നിന്ന് പൊട്ടിച്ചെടുക്കുന്നു. അത് കഴിഞ്ഞ് ഞാനാണെങ്കിൽ ഈ സൈഡിലോട്ട് വന്നായിരുന്നു, അവിടെ നിന്നില്ല. പിന്നെ ഇങ്ങോട്ട് വന്നു, ഞാൻ ഇച്ചിരി വുഡൊക്കെ വെട്ടിയെടുത്തു. അതൊക്കെ ഞാൻ നൈസായിട്ടൊന്ന് കട്ട് ചെയ്ത് കളഞ്ഞിട്ടുണ്ട്. സോ ഇവിടെ ഒന്ന് ഇച്ചിരി വുഡ് വെട്ടിയെടുക്കാം. നമ്മൾ ഇതുവരെ അവളെ കണ്ടില്ല കേട്ടോ, ഇടയ്ക്ക് വെച്ച് കണ്ടായിരുന്നു. അത് ഞാൻ അടിക്കുന്ന വീഡിയോ ഉണ്ടായിരുന്നു, പക്ഷെ അത് കിട്ടിയില്ല എന്താ അറിഞ്ഞൂടാ. സോ ആദ്യത്തെ ജേക്ക് ഞാൻ എടുത്തിട്ടുണ്ടായിരുന്നു. അപ്പം അവിടെ വെച്ച് എനിക്കാണെങ്കിൽ എന്താ വെച്ചെന്ന് അറിഞ്ഞൂടാ, റെക്കോർഡ് ചെയ്തില്ല. അതിനകത്ത് അവളെ ഞാൻ കൊല്ലുന്നുണ്ടായിരുന്നു. ആ സ്പൂണറിൽ നിന്നൊക്കെ നല്ല ഗോൾഡ് ആക്സൊക്കെ എടുത്തുകൊണ്ടൊന്ന് കൊല്ലുന്നുണ്ടായിരുന്നു. സോ ഇപ്രാവശ്യം എങ്ങനെയാണ് ക്ഷണം അവിടെ കാണുന്നില്ല എന്തായാലും. സോ എനിക്ക് തോന്നുന്നു ഞാൻ ആ ട്രോഫി 72.6 മീറ്റേഴ്സ് അപ്പുറത്തുണ്ട്. അവൾ മിക്കവാറും അവിടെയൊക്കെ പോയി നിൽക്കാനുള്ള വഴിയുണ്ട്. അവൾ ജാതിയാണ്. സോ ഗൈസ് നേരെ ഇതെല്ലാം പൊടിച്ചെടുക്കാം. ഗൈസ് 11 ഫുഡായിട്ടുണ്ട്. സോ എവിടെയെങ്കിലും കയറാൻ മൈൻഡ് ചിക്കനൊക്കെ ഉണ്ട് കേട്ടോ. നമുക്ക് ചിക്കനൊന്നും വേണ്ട, നൈസായിട്ട് കയറാണ്ട് അപ്പുറത്തോട്ട് കിടക്കാം. നൈസായിട്ടുള്ള ഇത് പുതിയ മോഡാണ് ഗൈസ്. റിവറിൻ്റെ ഒക്കെ കളർ വേറെയും ഓഷ്യൻ്റെ കളർ വേറെയാണ് ഗൈസ്. സോ അതൊക്കെ ഇച്ചിരി നൈസാണ്. ഈ വഴികൾ കയറാനില്ല ഗൈസ്, ഈ സൈഡിൽ കിട്ടാം. ഗൈസ് നമുക്കൊരു നൈസായിട്ടൊരു കേവ് ഇട്ടിട്ടുണ്ട് കേട്ടോ. നമുക്ക് അകത്തോട്ട് കയറി നോക്കാം. ഓക്കെ ഗൈസ് ഇത് ഫുള്ളായിട്ട് ലാഗാണ് പകുതി. അതുകൊണ്ട് ഞാൻ ചെറുതായിട്ടൊക്കെ കട്ട് ചെയ്യുന്നുണ്ട് ചില ഭാഗത്തൊക്കെ. അതൊക്കെ നിങ്ങൾക്കിപ്പോൾ വീഡിയോക്കകത്ത് കാണാം. ചില ഭാഗത്തൊക്കെ ഞാൻ കയറി കട്ട് ചെയ്യുന്നുണ്ട്, ബിക്കോസ് ഭയങ്കര ലാഗായിരുന്നു. 23 മിനിറ്റ് ആയിരുന്നു, അത് ഞാൻ നൈസായിട്ട് കുറച്ച് 13 മിനിറ്റ് ആക്കിയിട്ടുണ്ട്. സോ അത്രയ്ക്ക് അറിയാമല്ലോ എത്ര കട്ട് ചെയ്ത് കാണാമെന്ന്. സോ അങ്ങോട്ട് ചാടാട്ടോ. നമുക്ക് ഈ കോളെല്ലാം അങ്ങ് പൊട്ടിച്ചെടുക്കാം. ഗൈസ് എന്താ കോളും പിന്നെ സ്റ്റോൺ ടൂൾസ് ഉണ്ടാക്കാം. അതിന് മുമ്പേ ഡയണൊക്കെ ഉണ്ടോ എന്ന് നോക്കാം. കോളൊക്കെ മൈൻ ചെയ്തിട്ടൊരു ഗൈസ് നമുക്ക് ഇവിടെ ഇത് കിട്ടുന്നുണ്ട്. ഗൈസ് അയണും കിട്ടി ഗൈസ്. 2 അയൺ ഗൈസ്. ഗൈസ് അയൺ കിട്ടിയിട്ടുണ്ട്. ഗൈസ് നൈസായിട്ടുണ്ട്. സോ നമുക്ക് നെക്സ്റ്റ് ഒരു ഇതിൽ നമുക്ക് എന്താണ് അയൺ തന്നെ 2 പേരുള്ള എടുക്കാം ഗൈസ്. അപ്പം ഇത് ഇച്ചിയും കൂടി നൈസായിരിക്കും. സോ നമുക്ക് 2 അയൺ കിട്ടിയിട്ടുണ്ട്. സോ സ്റ്റോണൊക്കെ അങ്ങ് പൊട്ടിച്ചെടുക്കണം. എന്നാൽ മാത്രമേ ഗൈസ് എനിക്ക് ഫർണേസ് ഉണ്ടാക്കാൻ പറ്റൂ. ഇത് ഒരുക്കണം, സ്മെൽറ്റ് ചെയ്യണം. സോ ഇച്ചിരി പണിയൊക്കെ ഉണ്ട്. സോ ഇച്ചിരി ഞാൻ കട്ട് ചെയ്ത് കളഞ്ഞിട്ടുണ്ട് ഗൈസ്. ഇവിടെ എല്ലാം ഇച്ചിരി കോളൊക്കെ ഉണ്ട് കേട്ടോ, അതൊക്കെ നൈസായിട്ട് ഞാൻ പൊട്ടിച്ചെടുക്കാം ഗൈസ്. സോ ഇതും കൂടി കഴിഞ്ഞ് ബാക്കിയുള്ള വീഡിയോസ് എല്ലാം ഇച്ചിരി ലാഗായിരിക്കും ഗൈസ്. കാരണം എനിക്ക് വീണ്ടും സ്കൂൾ വർക്കാണ്.
സോ ഇവിടെ ഇപ്പോഴാണ് സ്കൂൾ തുറക്കുന്നത്. സോ ഇച്ചിരി ലാഗ് അടിക്കും. സോ ഞാൻ ഇച്ചിരി കട്ട് ചെയ്തിട്ടുണ്ട് ഗൈസ്. അതിനിടയ്ക്ക് വീണ്ടും നമുക്ക് അയം കിട്ടിയിട്ടുണ്ടായിരുന്നു. ഞാൻ ഇച്ചിരി ടോർച്ചും ഉണ്ടാക്കിയിട്ടുണ്ടായിരുന്നു. അതൊന്ന് വീഡിയോ ഒക്കെ കട്ട് ചെയ്ത് കഴിഞ്ഞാൽ അതൊക്കെ 2 ലാഗാണ്. സോ ഇവിടെ ഗൈസ് വീണ്ടും 2 അയം കിട്ടിയിട്ടുണ്ട് ഗൈസ്. അപ്പോൾ നിങ്ങൾ വീഡിയോ ഫുള്ളായിട്ട് ഇരുന്ന് കാണാം ഗൈസ്. മണ്ടയ്ക്ക് അവിടെ കാണുന്നുണ്ട് കേട്ടോ. എനിക്ക് തോന്നുന്നു നമ്മൾ പിടിക്കപ്പെടുന്നു ഗൈസ്. ഗൈസ് തേനും തോന്നുന്നു ഗൈസ്. നിങ്ങൾ സബ്സ്ക്രൈബ് ചെയ്യുക ഗൈസ്. അങ്ങനെയെങ്കിലും നമ്മൾ രക്ഷപ്പെടട്ടെ ഗൈസ്. ചിലപ്പോൾ നിങ്ങൾ സബ്സ്ക്രൈബ് ചെയ്ത് കഴിഞ്ഞാൽ ചിലപ്പോൾ രക്ഷപ്പെടും ഗൈസ്. ഓക്കെ ഗൈസ്, നമുക്ക് നൈസായിട്ട് ഇതെല്ലാം അങ്ങ് പൊട്ടിച്ചെടുക്കും ഗൈസ്. അവൾക്ക് ഈ കേവിൻ്റെ ഇതൊക്കെ കണ്ടിട്ട് ഇച്ചിരി സമയം എടുക്കും. മെല്ലെ നമ്മൾ ഇച്ചിരി അകത്തോട്ടാവുന്നത്. ഗൈസ് ഇഷ്ടം പോലെ അതിനുണ്ട് കേട്ടോ, ഇഷ്ടം പോലെ നൈസ് ഗൈസ്. നമുക്ക് എന്തായാലും ഇത് ഫുൾ ഞാൻ പൊട്ടിച്ച് വാരി ഞാൻ എടുക്കാം കേട്ടോ ഗൈസ്. ഇഷ്ടം പോലെ അതിന് കിട്ടിയിട്ടുണ്ട്, ഇഷ്ടം പോലെ. സോ നമുക്ക് അതെല്ലാം ഞാൻ സ്മെൽറ്റ് ചെയ്യണം. സ്മെൽറ്റ് ചെയ്യാൻ വേണ്ടി ഗൈസ് ഇത്ര പോരോ, മതിയോ, ഇല്ല പൊറ്റത്തില്ല ഗൈസ്. സോ നമുക്ക് ഇച്ചിരിയും കൂടി, ഒരു സ്റ്റോണും കൂടി വേണ്ടി വരും. സോ ഈ സ്റ്റോണും കൂടി നൈസായിട്ട് ഞാൻ പൊട്ടിച്ചെടുക്കുക കേട്ടോ. സോ നമുക്ക് എന്നിട്ട് അത് വെച്ച് 8 സ്റ്റോൺ ആയിട്ടുണ്ട്. സോ ഫർണേഴ്സ് അങ്ങ് ഉണ്ടാക്കി എടുത്തിട്ടുണ്ട് ഗൈസ്. ഇവിടെ അതിൽ 7 ഗോൾഡ് ഇനി എക്സ്ട്രാ ഉണ്ട്. സോ അത് കത്തിക്കേണ്ട ഗൈസ്. നമുക്കൊരു ബഗ് യൂസ് ചെയ്യാം, അതാകുമ്പോൾ വുഡും കളയണ്ട. ഈ ബഗ് അങ്ങ് ഉപയോഗിക്കാം. അതിനെടുത്ത് മാറ്റിയത് ഗൈസ്. നമുക്ക് നൈസായിട്ട് 4 അരിഞ്ഞ് കിട്ടും. അത് നൈസായിട്ടുള്ളൊരു ബഗ്ഗാണ് കേട്ടോ. സോ നമുക്ക് 3 അയണായിട്ടുണ്ട്. ഇനി അയം വേണം, നൈസായിട്ട് അയം വേണം, കുറേ വേണം. ഞാൻ എന്ത് കാണിക്കുന്നതെന്ന് എനിക്ക് പോലും ഓർമ്മയില്ല ഗൈസ്. സോ തീലം കത്തിക്കഴിഞ്ഞു. 5 അയം കിട്ടിയിട്ടുണ്ട്. സോ 5 അയം വെച്ച് നമുക്ക് എന്തുണ്ടാക്കാൻ പറ്റും എന്നൊന്ന് നോക്കാം ഗൈസ്. സോ ആദ്യമേ നമുക്കൊരു പിക്കാക്സ് ഉണ്ടാക്കിയെടുക്കാം, കാരണം അയം വേസ്റ്റ് ആക്കണ്ട. എങ്ങാനും ആർമറൊക്കെ ഉണ്ടാക്കി അയം കൊണ്ട് കളഞ്ഞു കഴിഞ്ഞാൽ സീനാണ് ഗൈസ്. സോ നമുക്കിനി ഇഷ്ടം പോലെ അയം വേണം, ഇഷ്ടം പോലെ. സോ കാരണം നമുക്ക് ആർമർ വേണം, പിന്നെ സ്റ്റോൺ ഒക്കെ ഉണ്ടാക്കിയെടുത്തേക്കും കേട്ടോ ഗൈസ്. ആർമറൊന്നും ഇല്ലാതിരുന്ന് കഴിഞ്ഞാൽ മിക്കാണ് ആ സ്പോണറിൽ നിന്ന് അവൾ ഉറപ്പായിട്ടും കുറേ സ്പോണർ ഉണ്ട് ഗൈസ് അടുത്ത് തന്നെ, സോംബി സ്പോണർ. സോ അവൾ ഉറപ്പായിട്ടും പോയി എടുത്തിരിക്കും ഗൈസ്. എനിക്ക് ഉറപ്പാണ് അവൾ എടുത്തിരിക്കും. അവൾ എന്തായാലും എന്തെങ്കിലുമൊക്കെ എന്തെങ്കിലുമൊക്കെ കിട്ടിക്കണം ഗോൾഡൻ സാധനം. സോ അത് വെച്ച് അടിച്ച് തീർക്കാൻ വഴിയുണ്ട്. സോ ആർമർ വേണം നമുക്ക് പ്രത്യേകിച്ച്. പിന്നെ ഗൈസ് എന്ന് വെച്ചാൽ ഗോൾഡ് അയൺ അങ്ങനത്തെ വേറെ വല്ല സംഭവങ്ങളൊക്കെ കിട്ടുകയാണെങ്കിൽ അത് യൂസ് ചെയ്യും ഗൈസ്. പിന്നെ നമ്മുടെ ഈ ഇതുണ്ട്, ഈ ക്രിസ്റ്റലുണ്ട്. ക്രിസ്റ്റൽ വെച്ച് വലിയ ഉപകാരമൊന്നുമില്ല ഗൈസ്. ബൈനോക്കുലർ സാധനങ്ങളൊക്കെ ഉണ്ടാക്കിയെടുക്കാം. നമുക്കൊരു നൈസായിട്ടൊരു സോഡ് അങ്ങ് ഉണ്ടാക്കിയെടുത്തിട്ടുണ്ട്. സോ നമുക്ക് ആക്സും അങ്ങ് ഉണ്ടാക്കിയെടുക്കാം നൈസായിട്ട്. നമുക്കങ്ങ് തീർക്കാം അവളെ. എങ്ങനെയാണ് ട്രോഫി നമുക്ക് വേണം. സോ ഗൈസ് പറയുമ്പോൾ അന്ന് ഫ്രണ്ടിൽ കൂടി മണ്ടയ്ക്കൂടി നടന്നില്ല ഗൈസ്. അവളെ പിന്നെ ഇങ്ങോട്ട് ഈ വഴിക്കേ കണ്ടിട്ടില്ല ഗൈസ്. കാരണം എന്താ പറഞ്ഞൂടെ, എനിക്ക് തോന്നുന്നു നിങ്ങൾ സബ്സ്ക്രൈബ് അടിച്ചുകൊണ്ട് ഗൈസ് അവൾ പോയതാണ്. സോ നമുക്ക് ഈ സ്റ്റോണെല്ലാം പറക്കിയെടുക്കാം കേട്ടോ ഗൈസ്. നല്ല സ്റ്റോണിൻ്റെ ആവശ്യമുണ്ട്. സോ നമുക്ക് എല്ലാ സ്റ്റോണും ഇനി പറിച്ച് എടുക്കാം കേട്ടോ നൈസായിട്ട് ഗൈസ്. ഇതെല്ലാം ഇനി പൊട്ടിക്കാം, ഒന്നും നോക്കുന്നില്ല, നൈസാക്കാം. ഗൈസ് ഈ ഞാൻ കണ്ടില്ല കേട്ടോ. ഗൈസ് ഈ ആയണൊന്നും ഞാൻ കണ്ടില്ല. ഗൈസ് അകത്തോട്ടുണ്ട്. നൈസറാ മുത്തേ ഗൈസ്, ഇതൊന്നും ഞാൻ കണ്ടതുപോലും ഇല്ല ഗൈസ്. നമുക്ക് നൈസായിട്ട് എടുക്കാം. ഗൈസ് വീണ്ടും ഒന്നുമുണ്ടെങ്കിൽ എൻ്റെ മോനെ എടാ ഏതാ ലെവല്. ഗൈസ് നമുക്ക് നൈസായിട്ട് കയറാം. യപ്പ്. സോ ഞാനിനി പൊട്ടിച്ചെടുക്കാം. നമ്മുടെ ടൂളും ഇച്ചിരി നന്നായിട്ട് ഉപയോഗിക്കണം ഗൈസ്, അല്ലെങ്കിൽ പണി കിട്ടും. സോ അതും പൊട്ടിച്ചെടുത്തു. ഇതെല്ലാം ഇനി പൊട്ടിച്ചെടുക്കാം. എങ്ങാണോ ഒരു ബിരിയാണിക്ക് ഇച്ചിരി അയം കിട്ടിയാലോ ഗൈസ്. സോ നമുക്ക് 5 അയം വീണ്ടും എക്സ്ട്രാ ഇട്ടിട്ടുണ്ട് ഗൈസ്. സോ അത് വെച്ചാൽ നമുക്ക് എന്തെങ്കിലുമൊക്കെ ഉണ്ടാക്കിയെടുക്കാം കേട്ടോ. മറ്റേ ക്രിസ്റ്റൽ മാത്രമേ ഉള്ളൂ ഗൈസ് ഇവിടെ. ചാത്ത സാധനമൊക്കെയാണ് ഈ ക്രിസ്റ്റൽ. നമുക്ക് മിനി മൈനർ എന്നുള്ള ഇതങ്ങ് എടുത്തിട്ടുണ്ട്. പുതിയ വേൾഡ് ആയതുകൊണ്ടാണ് ഗൈസ്. അവിടെ ഉള്ള കാര്യത്തിലുണ്ട്. സോ ഗൈസ് നമുക്ക് എനിക്ക് തോന്നുന്നു ഒരു സാക്കായി കാണും. ഓക്കെ ഗൈസ്, അങ്ങനെ ഞാൻ ബൂട്ട് ഉണ്ടാക്കി എടുത്തിട്ടുണ്ട് ഗൈസ്. ബൂട്ട് ഒന്നും നോക്കിയില്ല ഗൈസ്, കാരണം ഫാൾ ഡാമേജ് ഒന്നും വെക്കാതിരിക്കാം. അവിടെ നിന്നാണ് അവൾ തള്ളിയിട്ട് കഴിഞ്ഞാൽ ചത്തും. ഇനി ഇത്ര ഉള്ളു ഗൈസ്. ബാക്കി നമ്മുടെ കയ്യിൽ എത്ര എണ്ണം കണ്ടുണ്ട് ഗൈസ്. സോ അത് വെച്ച് നമുക്ക് ഹെൽമെറ്റ് ഉണ്ടാക്കണം, അല്ലെങ്കിൽ ഇതുണ്ടാക്കിയെടുക്കണം. സോ അതിനായിട്ട് നമ്മുടെ കയ്യിൽ ഇപ്പോൾ ചെയ്യണില്ല. സോ സാഡ്. ഓക്കെ 1 2 3 4 5 6 7 8 9 വേണം. 9 എണ്ണം കണ്ടണം. ഞാൻ നോക്കിയില്ല ഗൈസ്. പിന്നെ നമ്മൾ ആവശ്യത്തിലുള്ള സാധനങ്ങൾ മാത്രം എടുത്ത് ഫ്രണ്ടിൽ കയറ്റിയിട്ടുണ്ട്. പിന്നെ ഇവിടെയൊക്കെ വന്ന് ഞാൻ മൈൻഡ് ചെയ്തായിരുന്നു, ഇച്ചിരി അയണൊക്കെ കിട്ടിയിട്ടുണ്ടായിരുന്നു. സോ നമുക്ക് ഇനി നൈസായിട്ട് ഇനി ഇങ്ങോട്ട് പോയി നമുക്ക് എന്തായാലും മണ്ടയ്ക്ക് കയറിയിട്ട് മാസ് കാണിക്കാം ഗൈസ്. സോ ഗൈസ് നമുക്ക് വീണ്ടും ഇവിടുന്ന് 2 കോബിൾ സ്റ്റോൺ ഇട്ട് ഗൈസ്. അത് നമുക്ക് നൈസായിട്ട് ഇനി പൊട്ടിക്കാം. ഓക്കെ പിന്നെ എടാ ഞാൻ ഇത്ര സ്ഥലം കിടന്നിട്ട് അതൊന്ന് താഴോട്ട് പോയത്.
കയറി എന്തോ 7 അയണായിട്ടുണ്ട്. സോ നമുക്ക് നൈസായിട്ട് നമ്മുടെ ചെസ്റ്റ് പ്ലേറ്റ് തന്നെ ഉണ്ടാക്കിയെടുക്കാം. സോ ചെസ്റ്റ് പ്ലേറ്റ് ആകുമ്പോൾ നൈസ് അവിടെ എനിക്ക് മനസ്സിൽ തോന്നിയ സാധനമാണ് നൈസ്. അവിടെ പോയേ നിൽക്കത്തുള്ളൂ നൈസ്. അതുപോലെ തന്നെ സംഭവിച്ചു. സോ നമുക്ക് ചെസ്റ്റ് പ്ലേറ്റ് ഉണ്ടാക്കി എടുത്തേക്കട്ടോ. ഇനിയും ഉണ്ടായാണ് ഇതൊക്കെ വെച്ച് എന്ത് ചെയ്യണമാണ് ഗൈസ്. 8 കൊണ്ട് ഉപകാരമൊന്നുമില്ല, 9 ഉണ്ട്. ഓക്കെ ഗൈസ്, വേണമെങ്കിൽ നമുക്ക് ഒരു സോഡും കൂടി ഗൈസ്, സോഡും കൂടി ഉണ്ടാക്കാം. വേറെ ഒന്നും ഉണ്ടാക്കാൻ പറ്റില്ല. സോ സ്വന്തം സ്റ്റീൽ ചെസ്റ്റ് പ്ലേറ്റ് ഇസ്കോ അങ്ങ് എടുക്കുകയാണ് കേട്ടോ. ഇനിയും ഇതൊന്നും ഗൈസ്. സോ നൈസായിട്ട് അങ്ങ് വെച്ചു. 2 അയണേ ബാക്കിയുള്ളൂ. അത് വെച്ച് സോഡ് ഉണ്ടാക്കിയിട്ട് വലിയ കാര്യമൊന്നുമില്ല. സോ നമ്മൾ ചെസ്റ്റ് പ്ലേറ്റ് ഒന്ന് നൈസായിട്ട് അങ്ങ് ഉണ്ടാക്കി ഇട്ടിട്ടുണ്ട്. നൈസായിട്ട് ഗൈസ് നമുക്ക് ഇത് രണ്ടും പൊട്ടിച്ചെടുക്കാം. സ്റ്റോൺ ആയതുകൊണ്ട് എനിക്ക് സമയം എടുക്കണം ഗൈസ്. അത് അത്രയും ഇത്രയും സ്ഥലം കിടന്നിട്ട് താഴോട്ട് തന്നെ പോയല്ലോ ഗൈസ്. നമുക്ക് എല്ലാം പൊട്ടിച്ചെടുത്തിട്ടുണ്ട്, ഒന്നും നോക്കിയില്ല ഗൈസ്. നമ്മളിപ്പം നൈസ് ലുക്കല്ല ഗൈസ്. ഈ സ്കിൻ എങ്ങനെയുണ്ട് ഗൈസ്? പിന്നെ നമ്മുടെ SMBയുടെ വീഡിയോ പതിയെ വരുന്നതായിരിക്കും ഗൈസ്. അത് ചില ആയിരിക്കും. എനിക്കിപ്പോൾ സ്കൂളൊക്കെ തുറന്നുണ്ട്. സോ അതൊക്കെ വരുന്നതായിരിക്കും ഗൈസ്, അതൊക്കെ വരും. ഗൈസ് നമ്മൾ പാർട്ട് 3 അപ്ലോഡ് ചെയ്യുന്നതായിരിക്കും. എന്തായാലും ഈ സീരീസ് നമ്മൾ ഇടത്തില്ല, സർവൈവൽ സീരീസിൻ്റെ തൊട്ട് നമുക്ക് എങ്ങനെയായാലും SMB വീണ്ടും സ്റ്റാർട്ട് ചെയ്യണം. സോ ഗൈസ് ഇവിടെ ഒരു നല്ലൊരു പൂളുണ്ട് കേട്ടോ ഗൈസ്. സോ നമുക്കൊരു എന്തായാലും ഒരു ബോട്ട് ഉണ്ടാക്കിയെടുക്കും. കാരണം എന്താണെന്നറിയാം ഗൈസ്, നമുക്ക് പെട്ടെന്ന് കയറാം. ഇങ്ങനെ കണ്ടായിരുന്നു ബോട്ട്, എനിക്കത് ഓർമ്മയില്ല ഗൈസ്. എന്ത് ചെയ്യാനാ ഗൈസ്? സോ നമുക്ക് നമ്മുടെ ബുക്കിൽ കയറി ബോട്ട് മേടിക്കി കൊടുക്കാം. ബോട്ട് BOAT പിന്നെ അല്ല. സോ നമുക്ക് 5 വേണം ഗൈസ്. നമ്മുടെ ബോട്ട് കിട്ടിയിട്ടുണ്ട്, നമ്മുടെ കെപ്പി. സോ നമ്മളെ ഇതും കിട്ടിയിട്ടുണ്ട്. ആവശ്യത്തിലുള്ള സാധനങ്ങളെല്ലാം നമുക്ക് എടുത്തു വെക്കാം. അയം മാറ്റേണ്ട ഗൈസ്, അയം മാറ്റിയിട്ട് കാര്യമൊന്നുമില്ല. ക്രിസ്റ്റൽ ബ്ലോക്ക് വെച്ചിട്ടുണ്ട്, കാരണം ഗൈസ് എന്തെങ്കിലും ബ്ലോക്ക് വേണമെങ്കിൽ ആവശ്യത്തിന്. പിന്നെ നമ്മൾ അതും മാറ്റി വെച്ചിട്ടുണ്ട്, ആവശ്യമില്ലാത്ത സാധനങ്ങളെല്ലാം. സോ ഇതിന് പൊടിച്ചെടുക്കാം. മിസ്റ്റർ ക്രാഫ്റ്റ് ഗൈസ് നമ്മുടെ ബോട്ടിങ് ഇട്ടിട്ടുണ്ട്. ഓക്കെ ഗൈസ് സെറ്റായിട്ടുണ്ട്. സോ ഗൈസ് ഇതാണ് നമ്മുടെ ട്രോഫി. അതിൻ്റെ മണ്ടയ്ക്ക് ഇരിക്കുന്ന സാധനമാണ് ഞാൻ എത്തി ഗൈസ്. സോ അതിൻ്റെ കയ്യിൽ നിന്ന് എങ്ങനെയും ആ ട്രോഫി അടിച്ചു വരാം. താഴെ ക്രോക്കഡൈൽ ചുമ്മാ ഗൈസ് അതിനാണ് ഞാൻ മണ്ടയ്ക്ക് എറിയുന്നേ. അവൾ എനിക്ക് പണി തരാൻ വേണ്ടി ഒരു ക്രോക്കഡൈലിനെ വിളിച്ച് വെച്ചിട്ടുണ്ട്. കണ്ടോ ഗൈസ്, ഡേർട്ടൊക്കെ ഇട്ട് മണ്ടയ്ക്ക് എറിയുന്നത്. നമുക്ക് എങ്ങനെയായാലും ആദ്യം ഈ ക്രോക്കഡൈലിനെ കൊല്ലാം. ക്രോക്കഡൈൽ അതിനകത്ത് പെട്ട് കിടക്കാണ്, ഒരു ബഗ് കാരണം ഗൈസ്. നൈസായിട്ടൊരു ബഗ് എടുത്തിട്ടുണ്ട്. നൈസായിട്ട് നമുക്ക് അതിനെ തീർക്കാം. പിക്കാക്സ് വെച്ച് കളിക്കാം. കാരണം ഗൈസ് ഓക്കെ നൈസ്. അതിൻ്റെയും കൂടെ സാധനം കിട്ടിയിട്ടുണ്ട്. നമുക്ക് പൊക്കാം. ഓക്കെ എടുക്കാം. ഓക്കെ നമുക്ക് മണ്ടയ്ക്കോട്ട് കയറാം ഗൈസ്. ഓക്കെ നൈസായിട്ട്. ഗൈസ് എന്നെ അടിച്ച് ഗൈസ് പന്നത്തി. ഗൈസ് നമ്മളെങ്ങനെയും തീർക്കണം ഗൈസ്. അവളെ ഞാൻ അടിക്കാൻ പറ്റില്ല ഗൈസ്, അവളെ പൊട്ടിക്കത് ഗൈസ്. നൈസായിട്ട് നമ്മൾ അവളേക്ക് തീർത്തിട്ടുണ്ട് ഗൈസ്. സോ ഈ കളി നമ്മളങ്ങ് ജയിച്ചിട്ടുണ്ട് ഗൈസ്. വേറെ ആരുമില്ല ഗൈസ്, 2 പേരായിട്ട്. ഇനി അടുത്തൊരു വീഡിയോ വേണമെങ്കിൽ നിങ്ങൾ കമൻറ്റ് ബോക്സിൽ പറയാം. നിങ്ങൾ പറഞ്ഞു കഴിഞ്ഞാൽ മാത്രമേ ഇടത്തുള്ളൂ ഗൈസ്, അല്ലെങ്കിൽ ഞങ്ങൾ നോക്കാം ഗൈസ്. അങ്ങനെ ഈ കളി നമ്മളങ്ങ് വിൻ ചെയ്തിട്ടുണ്ട് ഗൈസ്. ഒരു അയൺ ബ്ലോക്ക് ഒന്ന് മൈൻ ചെയ്തെടുത്തു, പിന്നെ എല്ലാം ചെയ്തു ഗൈസ്. അങ്ങനെ ഈ കളി വിജയിച്ചിരിക്കുകയാണ്. സോ ഇന്നത്തെ വീഡിയോ ഇത്രയേ ഉള്ളൂ. നെക്സ്റ്റ് വീഡിയോയിൽ കാണുന്നവരെ ഗുഡ് ബൈ.